ഹലോ ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. നമുക്കിവിടെ കുളമുണ്ട്, അപ്പോൾ അവിടെ നിന്ന് മീൻ പിടിച്ചിട്ട് അത് കറി വയ്ക്കണ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് ഇവിടെ ഏത് മീനാണ് ഉള്ളത്? ആസവാള. ആ മീനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്. ചടി 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 കുറേ ഉണ്ട്, മതിയില്ലേ? ഏത് അത് വലുത്? നമുക്ക് 2 മീൻ കിട്ടി. ഇനി കുറച്ച് വലിയ മീൻ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് പപ്പയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഏത് മീനാണ് അവര് തന്നത്? അവളുടെ റിയാക്ഷൻ കാണാൻ പറ്റും. പപ്പ ഇവിടെ മീൻ നേരാക്കാണ്. അയ്യോ, ആ മയിൽ പോയാ. അവിടെ ഒരു മയിലുണ്ട്. മയിൽ ഹായ് പറ. ഹായ് എന്ന് പറ. ഇനി നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നേരാക്കി. 2 ടീസ്പൂൺ. നമ്മളിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നു. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് അത് മാറ്റാം. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും ഇട്ടു. ഇനി നമ്മൾ വെള്ളം. Let's mix it. ഇത് നന്നായി ഇപ്പം മിക്സ് ആയിട്ടുണ്ട്. മീൻ ഫ്രൈക്കുള്ള പേസ്റ്റ് സെറ്റായി. ഇനി നമ്മൾ മീനിന് റെഡിയാക്കാണ്. ഇത് നമ്മൾ എന്തിനാ ചെറുനാരങ്ങ മീൻ സോഫ്റ്റ് ആവാൻ നമ്മൾ ഉണ്ടാക്കിയ പേസ്റ്റ് ഇതിലേക്കാണ് ആഡ് ചെയ്യാം. അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് വറുക്കുക. ഫ്രിഡ്ജിൽ വെക്കാല. ഇങ്ങനെ വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെച്ചാലും നല്ലതാണ്. ഈ പേസ്റ്റ് മാരിനേറ്റ് ചെയ്ത ഫിഷ് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കാൻ പോവാണ്. ഒരു 1/2 അവർ ചാറ് വെക്കാനുള്ള മീൻ. ഇതിൽ നമ്മൾ മീനിൻ്റെ തലയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. മീൻ തല ചാറ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാണ്. കൊടുക്കലെടുത്ത മഞ്ചി
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കറിവേപ്പില, എണ്ണ, ഇതെല്ലാം കൂടി നമ്മളിട്ട് മിക്സ് ചെയ്തു. ഒരു വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കും, കുടപ്പുളിയും കൂടി ഇട്ടിട്ട്. കുടംപുളിയും എടുത്ത് വറ്റിക്കാൻ വയ്ക്കാം കേട്ടോ. നമ്മളിതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്തു. ഇഞ്ചി കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻതല കറിക്ക് നമ്മൾ താളിക്കാനായിട്ട് കുറച്ച് ചെറിയുള്ളി, സബോള നന്നായി ചോപ്പ് ചെയ്ത് എണ്ണയിലിട്ട് വഴറ്റി ബ്രൗൺ കളറാകുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് ആഡ് ചെയ്യാമെന്ന്. ചോറ് നല്ല കളർ കുറവാണ്. കുറച്ച് ചുവന്ന് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കഴിഞ്ഞു. അങ്ങനെ നമ്മളുടെ മീൻ കറി റെഡിയായി. ഇനി ഇത് കുറച്ച് നേരം അടച്ച് വെച്ചാൽ ഫുഡ് കഴിക്കുന്നു. മീൻ തലക്കറി റെഡിയായി. ഇനി നെക്സ്റ്റ് മീൻ നമുക്ക് പൊരിക്കാം. ഇതെല്ലാം നന്നായി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവില്ല അമ്മ. ഇനി നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ച് വറുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യാൻ. ഉപ്പൊക്കെ കറക്റ്റായിരിക്കും അമ്മ. ചിലപ്പോൾ അമ്മ മറക്കുവേ നമുക്ക് ഉപ്പെന്നുള്ളതിലേ. മതിയില്ലേ? തലക്കറിയും മീൻ പൊരിച്ചതും റെഡിയായി. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ഉപ്പേരിയും വറുത്ത മീനും ചാറും കൂട്ടി കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഡിഷ് ട്രൈ ചെയ്യണം. ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു. ഇനി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ബൈ.